പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനം. ലോകം എമ്പാടും ഈ ഒരാഴ്ചക്കാലം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഒരു ആഴ്ചയാണ്. ആഴ്ചയുടെ ക്ലൈമാക്സിലേക്ക് നമ്മൾ വരുമ്പോൾ പെസഹ, ക്രൂശ് മരണം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണല്ലോ ഈ ഒരാഴ്ചയുടെ ക്ലൈമാക്സ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾക്ക് ക്രൈസ്തവ ഗോളം ആചരിക്കുന്ന ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ അർത്ഥം ഒന്ന് ഗ്രഹിപ്പാനായിട്ട് നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടാം. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമാകുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്തെ കൂടെ നമുക്ക് ധ്യാനിക്കുന്ന ഒരു എപ്പിസോഡായി മാറട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിൾ നിങ്ങൾ തുറക്കണം എന്നും ദൈവസ്നേഹത്തിൽ ആവശ്യപ്പെടുകയാണ്. ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അനുഗ്രഹമാകട്ടെ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സാജു ബ്രദറെ, ലോകത്തിൽ ക്രൈസ്തവ ഗോളം മുഴുവനും വളരെ ഭയഭക്തിയോടെ ഈ ഒരാഴ്ചക്കാലം അവർ ദൈവവചനം ധ്യാനിക്കുവാനും പള്ളികളിൽ പോകുവാനും ആരാധനകൾ സംബന്ധിക്കുവാനുമൊക്കെ വേർതിരിച്ചിരിക്കുന്ന ഒരാഴ്ചയാണ്. എന്നാൽ എൻ്റെ ചിന്തയിൽ പലപ്പോഴും ഇതൊക്കെ ഒരു സമൂഹം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താണ്? നമ്മളോട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ കഴിയും? ഇത് മതപരമായ ഒരു ചടങ്ങെന്ന നിലയിൽ ബിക്കോസ് വി ആർ ക്രിസ്ത്യൻസ് വി ഓട്ട് ടു ഡു എന്ന നിലയിൽ ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ ശരിക്കും ഇതൊക്കെ ചരിത്ര സംഭവങ്ങളാണ്. പക്ഷേ നമുക്കിതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നതല്ലേ വാസ്തവമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഇതിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് ആ വിടുതലുകൾ നമുക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. സജീവ്രത എന്ത് പറയുന്നു? തീർച്ചയായിട്ടും അത് ഒരു വാസ്തവമായ കാര്യമാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം പെസഹ മുതൽ ഈസ്റ്റർ വരെ. ഈസ്റ്റർ എന്നുള്ള വാക്ക് ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാര്യം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന നിലയിൽ ഈസ്റ്റർ ഉയിർപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ അത്. അപ്പോൾ പെസഹ മുതൽ ഉയിർപ്പ് വരെയുള്ള യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ആ 4 അല്ലെങ്കിൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ ഈ 4 ദിവസങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ബാക്കിയുള്ള എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തിൻ്റെയും ക്ലൈമാക്സ് ആണ് പാസ്റ്റർ പറഞ്ഞതുപോലെ. 33.5 തിരുവയസ്സ് അവിടുത്തെ ഐഹിക ജീവിതം ഉണ്ടായിരുന്നു. അതിൽ ലാസ്റ്റിലെ 3.5 വർഷത്തോളമാണ് അവിടുത്തെ പരസ്യ ശുശ്രൂഷ. ആ പരസ്യ ശുശ്രൂഷയുടെ ക്ലൈമാക്സ് ആയിട്ടാണ് ഈ ഒരാഴ്ച നമ്മൾ കാണേണ്ടത്. അത് ക്രൂശ് മരണത്തിലാണ് വാസ്തവത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് കാണുന്നത്. പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് 3 ദിവസം കഴിഞ്ഞ് കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇങ്ങനെ ശരിയായ നിലയിൽ ഇതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ യേശു കർത്താവ് ഭൂമിയിൽ വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു തിരിച്ചറിവ് മാത്രം നമുക്ക് പോരാ. പെസഹയ്ക്ക് ഒരർത്ഥമുണ്ട്. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനു മരിച്ചു, അതറിയാതെ മരിച്ചു എന്ന് മാത്രം പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ യേശുവിനെ കർത്താവ് ഉയിർപ്പിച്ചു.
ആ ഉയിർപ്പിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഈ സിഗ്നിഫിക്കൻസ് വാസ്തവത്തിൽ അറിയാതെയല്ലേ ഉയർപ്പിൻ്റെ ദിവസമാണ് കാര്യമറിയാതെ സെലിബ്രേറ്റ് ചെയ്യാൻ അതെ, വളരെ മോശമായുള്ള നിലയിൽ പോലും ക്രൈസ്തവ ഗോളത്തിൽ അനേകർ പണം അവരുടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അതെ, വാസ്തവത്തിൽ അതൊരു മതപരമായ ചടങ്ങുകൾ പോലെയും പിന്നെ എന്താണ് ഈ ചെയ്യുന്നതിനുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഈ ഉയർപ്പ് നമ്മളുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ആകുന്നത്, വാസ്തവത്തിൽ എത്ര വലിയ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇത് തിരിച്ചറിയാതെയാണ് നല്ല ശതമാനം സമൂഹം മറ്റൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിൽ വാസ്തവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവരും മനസ്സിലായാൽ അവർക്ക് അതിനകത്തൊരു സ്പിരിച്വൽ ഡെലിവറൻസ് ഉണ്ടാകും. അതാണ് പ്രൈമറിലി നമ്മൾ ഈ എപ്പിസോഡിലൂടെ ആഗ്രഹിക്കുന്നത്. ആ ഒരു ആത്മീയ വിടുതൽ, ആത്മീകമായ നമുക്കെല്ലാവർക്കും ഇത് ആഘോഷിക്കുന്നവരും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരും ഇത് കേൾക്കുന്നവരിലും ഒരു ആത്മീകമായ വലിയ ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ നമുക്ക് അനിവാര്യമാണ്. ആ ആത്മീകമായി ഇതിനെ നമ്മൾ തിരിച്ചറിയാതെ, പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു ഡെലിവറൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഈ എല്ലാ കാര്യത്തിലും യേശു കർത്താവിൻ്റെ മരണമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു കാര്യമായിട്ടിരിക്കുന്നത്. ക്രൂശീകരണമാണ്. ക്രൂശീകരിക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അതിൻ്റെ അടുത്ത പടിയാണ്. ഇത് രണ്ടുമാണ്. എന്നാൽ പെസഹ നാളിൽ പെസഹയ്ക്ക് ഒരർത്ഥമുണ്ട്. തീർച്ചയായും ആ അർത്ഥം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ആ പെസഹയുടെ ദിവസവും അതിന് മുമ്പ് പോലും, പെസഹയ്ക്ക് ചില ദിവസങ്ങൾക്ക് മുമ്പ് പോലും, ശരിക്കും പെസഹയ്ക്ക് ഒരാഴ്ച മുമ്പ് തൊട്ടുള്ള ചില സന്ദർഭങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയാണെങ്കിലും 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 6 ദിവസം മുമ്പ് തൊട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശരിക്കും അവിടെ കാണുന്നുണ്ട്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യേശു മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ച ലാസർ പാർത്ത ബെഥാന്യയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നു എന്നുള്ളതാണ്. അതായത് ഈ ദിവസത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യേശു ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചു. ഈ ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചത് യേശുവിൻ്റെ പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചു. അതൊരു വലിയൊരു കാര്യമാണ്. ഇത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്. പോപ്പുലാരിറ്റി ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചു. എല്ലാവർക്കും യേശുവിനെ കാണണം. അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിനുശേഷം ലാസറിൻ്റെ ഭവനത്തിൽ നടന്ന ഒരു വിരുന്നിനെ കുറിച്ചാണ് 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ആ 12-ാം അധ്യായത്തിൽ, അതായത് 11-ാം അധ്യായത്തിൽ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നത് കാണുന്നു. 12-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഭവനത്തിൽ വിരുന്ന് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ ലാസറും അവിടെ പന്തിയിൽ ഇരിക്കുന്നുണ്ട്. അവിടെയാണ് മറിയ സ്വച്ഛജലമാംസി തൈലം കൊണ്ട്, അതായത് ലാസറിൻ്റെ സഹോദരി മറിയ സ്വച്ഛജലമാംസി തൈലം കൊണ്ടുവന്ന് കർത്താവിൻ്റെ കാലിൽ ഒഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് യൂദാ ഇസ്കരിയോത്ത് ചോദിക്കുകയാണ്. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എമൗണ്ടാണ്. കാര്യം യേശുവിനെ ഒറ്റി കൊടുത്തിട്ട് യൂദായ്ക്ക് കിട്ടിയത് 30 വെള്ളിക്കാശാണ്. അപ്പം പിന്നെ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് അവൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നത്, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ എന്നാണ്. അതായത് യേശു കർത്താവ് 33.5 വയസ്സുള്ള ഒരു യുവാവ് പറയാണ്, ഐ എം ഗോയിങ് ടു ഡൈ, എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി. അതായത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുകയാണ്. യേശുവിൻ്റെ പോപ്പുലാരിറ്റിയുടെ പീക്ക് ടൈമിലാണ്, യുവത്വത്തിൻ്റെ പീക്ക് ടൈമിലാണ്. എല്ലാം കൊണ്ടും ഇപ്പോൾ മരണത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സമയമല്ല. പക്ഷേ യേശു തൻ്റെ മരണത്തെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നു. എന്നാൽ ആൾക്കാരതൊന്നും ശ്രദ്ധിച്ചില്ല, അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈവൻ ശിഷ്യന്മാർക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അത് വേണ്ട നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതെ, വാസ്തവത്തിൽ ഈ പത്രോസ് അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്
എന്ന വെളിപ്പാട് ഫിലിപ്പിൻ്റെ കൈസേറിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതലാണ് കർത്താവിന് യെരുശലേമിൽ സംഭവിക്കാൻ പോകുന്ന പീഡനത്തെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും അവരോട് പറയുന്നത്. അതെ, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കെന്തോ അത് മനസ്സിലാകുന്നില്ല. അവരാ കാര്യം കർത്താവിനോട് ക്ലാരിഫൈ ചെയ്യാനും അവരാഗ്രഹിക്കുന്നില്ല. ഇല്ല. കാര്യം അവർക്ക് യേശുവിൻ്റെ മരണം, യേശു മരിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പം നല്ല പോപ്പുലറായിട്ട് കാര്യങ്ങൾ പോവാണ്. പുരുഷാരം കടന്നു വരുന്നുണ്ട്, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നു, നല്ല വചന ശുശ്രൂഷകൾ നടക്കുന്നു. അവര് പടകും വലയും എല്ലാം വിട്ടിട്ട് കർത്താവിനെ അനുഗമിക്കുക. അതെ, സഡൻലി ഇപ്പം കർത്താവ് പോവാണ്, അവരെ വിട്ടു പോവാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് താങ്ങാനോ ഉൾക്കൊള്ളാനോ ഒക്കെ കഴിയാത്ത ഒരു രീതിയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ഈ പോപ്പുലാരിറ്റി വർദ്ധിച്ചത് കൊണ്ട് ഈവൻ പരീശന്മാർ പോലും പറയുന്നുണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഈ 12-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതപ്പോൾ ഭയങ്കര ഇൻഫ്ലുവൻസ്. അതെ അതെ, ഭയങ്കര ഇൻഫ്ലുവൻസ് തന്നെയല്ല. സാജിബ്രദർ മരിച്ച ഒരാൾ എഴുന്നേക്കാന്ന് പറയുമ്പോൾ 4 ദിവസമായി നാറ്റം വെച്ച ഒരാളാണ് എന്ന് വെച്ചാൽ അത് ഹ്യൂമൻലി നമ്മൾ ആർക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യം, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യം. അങ്ങനെ ഒരു മൈറ്റി മിറക്കിളാണ് നടന്നത്. അത് പരസ്യമായിട്ട് നടന്നത് അവർ കണ്ടതല്ലേ. അല്ലാതെ ഈ ചില ആളുകളൊക്കെ ഇപ്പൊ മരിച്ചവരെ ഉയർപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് നമ്മളും വിശ്വസിക്കുന്നു. പക്ഷെ അതിന് കൃത്രിമ പരിപാടിയൊന്നും വേണ്ട. അങ്ങനൊക്കെ നമ്മുടെ ആഫ്രിക്കയിലൊക്കെ ആരൊക്കെയോ ചെയ്തതായിട്ടൊക്കെ ഞാൻ കേട്ടു. ഞാൻ അതിനെക്കുറിച്ച്, അതായത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വന്ന് പ്രചരിച്ചു, ഇവിടെ എല്ലാം പ്രചരിച്ചു കഴിഞ്ഞിട്ട് പിന്നീടാണ് അറിയുന്നത് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതെ അതെ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡ്രംസ് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനെ ഇതുപോലെ കയറ്റി കിടത്തിയിട്ട് അവനങ്ങ് എഴുന്നേൽക്കുകയായിരുന്നു. നാടകീയമായിട്ട് കൊന്നേച്ച് നമ്മൾ എഴുന്നേൽപ്പിക്കും. അതെ അതെ. അല്ല, അങ്ങനെ കർത്താവിന് മഹത്വമൊന്നും വേണ്ട. ഇല്ല. ഗോഡ് ക്യാൻ സ്റ്റിൽ വർക്ക് മിറക്കിൾ. അവിടുത്തെ ഹിതമെങ്കിൽ അവിടുന്ന് ഉയർപ്പിക്കും ഇന്നും എന്ന് നമ്മൾക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ഒരു വിശ്വാസി മരിച്ച്, ദൈവത്തിൻ്റെ ഹിതമാണ് എല്ലാവരും മരിക്കുക എന്നുള്ളത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. തന്നെയല്ല ഒരു വിശുദ്ധനെ സംബന്ധിച്ചോളം മരിച്ചവൻ്റെ കൊണ്ട് വീട്ടിൽ പോവല്ലേ കർത്താവിൻ്റെ കൂടെ. പിന്നെ ദൈവഹിതങ്ങളാണെങ്കിൽ ഇറ്റ് വിൽ ഈവൻ ടുഡേ. പക്ഷെ അതിന് ഒരു കൃത്രിമവും വേണ്ട. ഇപ്പൊ കർത്താവ് ഈ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മൈറ്റി മിറക്കിളാണ്. നിഷേധിക്കാൻ കഴിയാത്ത അത്ഭുതം അവരുടെ മുൻപിൽ നടക്കുകയാണ്. അവിടെയാണ് സാജിബ്രദർ പറഞ്ഞ പോലെ പോപ്പുലാരിറ്റി അതിൻ്റെ പീക്കിലേക്ക് വരികയാണ്. തന്നെയല്ല, അവിടെ നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവർ ചില യവനന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ യവനന്മാരും യേശുവിനെ കാണാൻ വരികയാണ്. അവർ വന്ന് ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്ന്, യജമാനെ ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അന്ത്രയോസിന് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ യേശുവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർക്ക് ഭയങ്കര സന്തോഷമായി കാണും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിൻ്റെ ആ പോപ്പുലാരിറ്റി യഹൂദന്മാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, യവനന്മാർ പോലും they are impressed. അപ്പോൾ ഇവർ പറയുന്നത് ഇനി കുറച്ചുകൂടെ 1-2 പേരെ കൂടെ ഒക്കെ വീർപ്പിക്കുകയാണെങ്കിൽ മിക്കവാറും കർത്താവെ നിൻ്റെ പ്രശസ്തി ലോകം മുഴുവനാകും എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവർക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ചെന്ന് യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു വരട്ടെ, ഞാൻ അവരെ കാണട്ടെ എന്നൊന്നും പറഞ്ഞ് ആ യവനന്മാരെ വിളിച്ചു വരുത്തുകയോ ഈ പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതെ. ഇപ്പം ഈ നമുക്കൊക്കെ ഈ ക്രൂസൈഡിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അവരെ വിളിച്ച് സാക്ഷി പറയിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ. നമ്മൾ ഈ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ ജീസസ് വാസ് നെവർ ഇംപ്രസ്ഡ് ബൈ ദ ക്രൗഡ്. പലപ്പോഴും സീക്കർ ഫ്രണ്ട്ലി മെസ്സേജുകളല്ല കർത്താവിൻ്റെത്. അതെ. ഇന്ന് നമ്മളെ ക്രൗഡിനെ എൻ്റർടൈൻ ചെയ്യുവാനുള്ള ഒരു തത്രപ്പാടില്ല. ജീസസ് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. ക്രൗഡ് വരുന്നത് നല്ലതാണ്. ക്രൗഡ് വരുമ്പോഴും അവിടുന്ന് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 14:25 ഏറിയ പുരുഷാരം കർത്താവിൻ്റെ പുറകെ പോകുമ്പോഴാണ് കർത്താവ് തിരിഞ്ഞവരോട് ദ ഡിമാൻഡ് ഓഫ് ദ ഗോസ്പൽ, ഇരുന്ന് നീ ചിന്തിക്ക്, കൗണ്ട് ദ കോസ്റ്റ് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നമ്മളെല്ലാം പഠിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഈ യവനന്മാർ വന്നു കഴിഞ്ഞപ്പോഴും ഈ ശിഷ്യന്മാർ, അതായത് ഫിലിപ്പോസും അന്ത്രയോസും കൂടെ യേശുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു കർത്താവ്
പറയുന്നത്, അതായത് യേശു അവരോട് അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അപ്പം ഞാനിത് വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, ഇവർ പറയുന്നത് ഇതാണ് തേജസ് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പോപ്പുലാരിറ്റി ഒക്കെയാണ് തേജസ് എന്നുള്ളതാണ്. അവരത് അക്ഷരീകമായി ഭൗതികമായി ചിന്തിക്കുകയാണ്. ബിക്കോസ് ഈ ദ കിങ്ഡം ഓഫ് ഗോഡ് തന്നെ ലിറ്ററലായിട്ട് അവർ ചിന്തിക്കുന്നത്. അതെ. അപ്പം ആ നിലയിൽ ഒരു ലിറ്ററൽ ഇതാണ് ഇപ്പോഴാണ് തേജസ്കരണം നടന്നത് എന്ന നിലയിലാണ്. എന്നാൽ യേശു പറയുന്നത് അതിനോട് ചേർന്ന് പറയുന്ന വാക്ക് 23-ലാണ് പറയുന്നത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 24-ാമത്തെ വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോൾ കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന അവസ്ഥയെക്കുറിച്ചാണ്, ചാകുന്നതിനെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറയുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ചാണ് കർത്താവ് അവിടെ സംസാരിക്കുന്നത്. അതായത് മരിച്ചവരെ ഉയിർപ്പിക്കുന്നതിനെക്കുറിച്ച് ശിഷ്യന്മാരും യവനന്മാരും സംസാരിക്കുമ്പോൾ യേശു മരിച്ചവരെ ഉയിർപ്പിച്ച കാര്യത്തെക്കുറിച്ചല്ല, പ്രത്യുത മരിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് പറയുന്നു. തേജസ്കരണം എന്ന് പറയുന്നത് മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും അവിടെ കർത്താവ് അവരോട് സംസാരിക്കുന്നത്. തേജസ്കരണം മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ. അതായത് മരണമെന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലുമല്ല, ഇതുവരെ ഉള്ളതൊന്നുമല്ല തേജസ്, അത്ഭുതങ്ങളല്ല തേജസ്. ശിഷ്യന്മാരെല്ലാം ചിന്തിച്ചത് അത്ഭുതമാണ് തേജസ് എന്നാണ്. അത്ഭുതങ്ങൾ നടക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, അതൊക്കെയാണ് തേജസ് എന്നാണ് ശിഷ്യന്മാർ ചിന്തിച്ചത്. എന്നാൽ ഒരു കാരണവശാലും അതല്ല, അതിനപ്പുറത്ത് മരിക്കുന്നതാണ് തേജസ് എന്നുള്ള ഒരു അവസ്ഥ. അതായത് യേശു പറഞ്ഞത് ഞാൻ മരിച്ചവരെ ഉയർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല. മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം മനസ്സലിവിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ ലാസറിനെ ഉയർപ്പിച്ചത് പോലും ലാസറിൻ്റെ സഹോദരിമാരുടെ കരച്ചിൽ കണ്ടപ്പം കർത്താവ് മനസ്സലിഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ശരിക്കും യേശു പറയുന്നത് ഞാൻ വന്നത് മരിക്കാനാണ് എന്നുള്ളതാണ്. ആ വിഷയത്തിൽ കർത്താവ് വളരെ ഫോക്കസ്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു പ്രത്യേക പദപ്രയോഗം 9:51 കാണാൻ കഴിയും. അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാകുവാൻ മനസ്സ് ഉറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും മാറത്തില്ല. ആ മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് ദൃഢനിശ്ചയത്തോടെ ഈസ് ഗോയിങ് ടു ജെറുസലേം. എന്തിനാ ജെറുസലേമിൽ പോകുന്നത്? യാഗമായി തീരാൻ, അതെ, ക്രൂശിക്കപ്പെടുവാൻ. അപ്പം ഈ ക്രൂസിഫിക്ഷൻ, കർത്താവിൻ്റെ ഡെത്ത്, തന്നെത്താൻ ലോകത്തിൻ്റെ പ്രശ്നമാകുന്ന അല്ലെ മനുഷ്യരുടെ പ്രശ്നമാകുന്ന പാപത്തിന് പരിഹാരമാകുവാനായിട്ടാണ് കർത്താവ് വന്നതും കർത്താവിൻ്റെ മെയിൻ ഫോക്കസ് അതിനു വേണ്ടിയായിരുന്നു. അല്ല, കർത്താവ് തന്നെ പറയുന്നു ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു. യേശു കർത്താവ് തന്നെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് തന്നെ മരിക്കാനാണ് എന്നുള്ള ഒരു കാര്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഞാൻ വന്നത് മരിക്കാനാണ്. മരിച്ചവരെ ഉയർപ്പിക്കുക ഇടയ്ക്ക് ചെയ്ത ഒരു കാര്യമാണ്, പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കാനല്ല ഞാൻ വന്നത് മരിക്കാനാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. മരിക്കുന്നതാണ് മഹത്വം എന്നുള്ള അർത്ഥത്തിൽ. അതായത് അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വരുന്നു, ഗോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയായിരിക്കുന്നു. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ മിക്കവാറുമുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മളവിടെ കാണുന്നതായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു കർത്താവ് തൻ്റെ മരണത്തെയാണ് ശിഷ്യന്മാരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്. മരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വളരെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം മഹത്വം എന്ന് പറയുന്നത് തീർച്ചയായും മരണമാണ് എന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തിരുവത്താഴത്തിൻ്റെ സമയത്താണെങ്കിലും
യൂദ പോയതിന് ശേഷം യേശു പറയുന്നു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. കാര്യം മരിക്കാൻ പോകുകയാണ്. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ ഇനിയും അവൻ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. ഏത്? മരണത്തിലേക്ക് പോകുമ്പോൾ പറയുകയാണ്, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണമാണ് മഹത്വം എന്നുള്ള ഒരു അർത്ഥം. മരിച്ചില്ലെങ്കിൽ യേശു കർത്താവ്, ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, യേശു കർത്താവ് ഭൂമിയിലെ സകല അത്ഭുതങ്ങളും ചെയ്തിട്ട് മരിക്കാതെ പോയായിരുന്നെങ്കിൽ, മരിക്കാതെ അങ്ങ് സ്വർഗത്തിലോട്ടങ്ങ് പോയെന്ന് വെച്ചു, പിന്നെ ആ യേശുവിനെ നമ്മൾ വലിയൊരു പ്രാധാന്യം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വേണ്ടത്ര ഒരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. യേശുവിൻ്റെ സകല മഹത്വവും ശരിക്കും യേശുവിൻ്റെ മരണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവൻ മരണം അനുഭവിച്ചത് കൊണ്ട് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നതാണ്. മരണം അനുഭവിച്ചത് കൊണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ യേശു ശരിക്കും മഹത്വവും ബഹുമാനവും അണിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ മരണത്തോട് ചേർന്നാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെയും എഴുതിയിരിക്കുന്നത്, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. അതിൻ്റെ ക്ലൈമാക്സ് പോയിന്റ് എന്ന് പറയുന്നത് ക്രൂശാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചെന്നാണ്. അപ്പോൾ ക്രൂശാണ് മഹത്വം എന്നുള്ളത് കർത്താവിന് എപ്പോഴും മനസ്സിലായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് മനസ്സിലാകുക മാത്രമല്ല, കർത്താവിനറിയാം, അത് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും കർത്താവ് ജനത്തെ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോട് ആ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഉടനീളം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ മരണമാണ്, ശരിക്കും കാൽവറി ക്രൂശിലെ മരണമാണ് യേശുവിനെ യേശു ആക്കുന്നത്. അതെ, കാരണം നമ്മുടെ സാക്രമെന്റ്സ് 2 ഈ സാക്രമെന്റ് എന്നതിനേക്കാൾ കാർമ്മിക ശുശ്രൂഷകൾ, സ്നാനമാകട്ടെ, ലോർഡ് സപ്പർ ആകട്ടെ, ഇവിടെയും മരണത്തെ പ്രസ്താവിക്കുന്നതാണ്. അതെ, അപ്പോൾ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ഒരു സാധാരണ ആവറേജ് ക്രിസ്ത്യന് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നില്ല. വൈ ദ ഡെത്ത് ഓഫ് ജീസസ്? അതെങ്ങനെയാണ് എന്നെ എഫക്റ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ മരിക്കുന്നു? സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പുത്രൻ കടന്നു വന്ന് അവിടുന്ന് യാഗമാകുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇത് ചിന്തിക്കുമ്പോൾ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറുപടികൾ നമ്മുടെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഇൻഫാക്റ്റ് നമ്മൾ ഇത് മനസ്സിലാകാതെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതെങ്കിൽ, we are the biggest losers. നമുക്ക് വേണ്ടിയാണ് അവിടുന്ന് വന്നത്. ഞാൻ 1 യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 12 ചിന്തിച്ചത്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസ്നേഹം തന്നെ എന്താണ്? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അടുത്ത 2 വാക്യങ്ങൾ, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ദൈവം സ്നേഹം എന്ന് പറഞ്ഞ സ്നേഹം മെഴ്സഡീസ് തന്നൊന്നുമല്ല. അതെ, ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി അയച്ചു. അവിടെയാണ് ദൈവം ദൈവത്തിൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത്. 10-ാം വാക്യത്തിൽ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. അതെ അതെ അതെ. You want to experience the love of God? കാൽവറി ക്രൂശിലാണ്. അതെ, അവിടുത്തെ പ്രായശ്ചിത്ത ബലിയിലാണ് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പം ഗുഡ് ഫ്രൈഡേ, അതിനു മുമ്പ് പെസഹ വ്യാഴം, ഇതെല്ലാം
ആചാരം പോലെ ആചരിക്കുമ്പോൾ വി ആർ മിസ്സിങ് ദ മെയിൻ തിങ്. യെസ്. മറ്റേത് മതപരമായ ചടങ്ങുകൾ നമ്മൾ ചെയ്യുകയാണ്. ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഓക്കെ, ഗുഡ് ഫ്രൈഡേ നമ്മൾ വിളിക്കുന്നു. ഈവൻ ഗുഡ് ഫ്രൈഡേ ഗുഡ് എന്ന് വിളിക്കാൻ കാരണം എന്താ? നമുക്ക് മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ച എന്ന വളരെ ദുഃഖകരമായ, കാരണം വളരെ പീഡനങ്ങൾ കർത്താവ് അനുഭവിച്ചു. ആ നിലയിൽ അത് വളരെ ദുഃഖമാണ്. എന്നാൽ ഇതിനെ ഗുഡ് ആക്കുന്നത് കർത്താവിൻ്റെ മരണത്തിൽ മനുഷ്യന് വേണ്ടി തുറന്ന സാധ്യതകളാണ്. പ്രത്യേകിച്ച് അവൻ്റെ ആത്മരക്ഷ. അത് നമ്മൾ വിടുകയാണെങ്കിൽ ഗുഡ് ഫ്രൈഡേ ആണെന്നും പറഞ്ഞ് നമ്മൾ കഞ്ഞിയും പയറും എന്നാ കഴിക്കാം. വാട്ട് ഡസ് ദറ്റ് മീൻ? അത് കഴിഞ്ഞ് ഈസ്റ്ററിന് ഭയങ്കര സന്തോഷം. എന്ത് സന്തോഷം! എന്നിട്ട് ജാതികൾ പോലും ലജ്ജിക്കത്തക്കവണ്ണമുള്ള കാര്യങ്ങളിലേക്ക് ക്രൈസ്തവഗോളം പോകുന്ന കാഴ്ച കണ്ട് നമുക്ക് വളരെ പലപ്പോഴും ദുഃഖമാണ് ഉള്ളത്. ഇപ്പോൾ ക്രൂശിലേക്കാണ് വാസ്തവത്തിൽ നമ്മൾ വരേണ്ടത്. കർത്താവിൻ്റെ ദാസൻ സാജുവിലൂടെ നമ്മൾ കേട്ടത് ഹൗ ജീസസ് വാല്യൂഡ് ദ ക്രോസ്. ആ ഹോൾ ലൈഫ് പോയിന്റിങ് ടു ദ ക്രോസ് ആണ്. ഞാൻ വായിച്ച ലൂക്കോസ് 9:51 മുതൽ മുഴുവനും എഴുത്തുകാരൻ ഡിവോട്ട് ചെയ്യുന്നത് ആ യെരുശലേമിലേക്ക് ശിഷ്യന്മാരെയും കൊണ്ടുള്ള യാത്രയാണ്. ജോണിൽ കർത്താവിൻ്റെ ദാസൻ 12-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, പിന്നെ ബാക്കിയെല്ലാം ക്രൂശാണ്. 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരും ഒത്തിരിക്കുന്നു, അവരുടെ കാല് കർത്താവ് കഴുകുന്നു, അവർക്ക് ചില ആഴമേറിയ ടീച്ചിങ്സ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 13-31 മുതൽ നമ്മൾ 16-ാം അധ്യായം വരെ 2 പ്രധാനപ്പെട്ട ഡിസ്കോഴ്സുകൾ ക്രൂശുമരണത്തിന് തൊട്ട് മുൻപ് കൊടുത്ത് അവരെ ബലപ്പെടുത്തുകയാണ്. എന്നിട്ട് 17-ാം അധ്യായത്തിൽ മഹാപുരോഹിതന പ്രാർത്ഥന, 18-ാം അധ്യായത്തിലാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത്, 19-ലാണ് ക്രൂശ്. അത് മുഴുവനാണ് ജോൺ എന്ന റൈറ്റർ ഫോക്കസ് ചെയ്യുന്നത്. See, it's all going towards the cross. എന്നാൽ അവിടം കൊണ്ട് മാത്രം ചരിത്രം അവസാനിക്കുകയല്ല. 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അതിലേക്കാണ് വാസ്തവത്തിൽ നമ്മുടെ ശ്രദ്ധ എന്ന് നമ്മൾ തിരിക്കേണ്ടത്. ഇപ്പൊ ഇതിനകത്തെ ഈ നമ്മളൊരു തുടക്കം എന്ന് പറയുമ്പോൾ പെസഹ മുതൽ ഉയർപ്പ് വരെയുള്ള സമയമാണ് നമ്മൾ പറയുന്നത്. ഈ പെസഹ പോലും ശരിക്കും നമ്മൾ പെസഹയെക്കുറിച്ച് ആലോചിച്ചാൽ, പാസ് ഓവർ എന്ന് നമ്മൾ പറയുന്ന പെസഹ, ഈ പെസഹയെക്കുറിച്ച് ആലോചിച്ചാൽ എന്താണ് പെസഹ നാളിൽ നടന്നത്? അത് അല്ല, ഒന്നാമത് വാട്ട് ഈസ് ദിസ് പാസ് ഓവർ? കാരണം ഇതിന് പഴയ നിയമത്തിലാണ് ഇതിന്റെ ചരിത്രം കിടക്കുന്നത്. അത് നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ആപ്ലിക്കേഷൻ ആണ്. വാട്ട് ഈസ് ദിസ് പാസ് ഓവർ? യെസ്. പാസ് ഓവറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണദൂതൻ അവരെ പാസ് ഓവർ, അവരെ കടന്നുപോയി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലാണ് ദൈവമക്കളെ ഇതിൻ്റെ ചരിത്രം കിടക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ മക്കള്, അവർ മിസ്രയീം ദേശത്ത് കടന്നുപോയി. അവിടെ അവർ പിന്നീട് അടിമകളാകുകയാണ്. 70 പേരായിട്ടാണ് അവിടെ കടന്നു പോകുന്നത്. അവരൊരു ഹ്യൂജ് വലിയ പോപ്പുലേഷനായി. ഫറവോന്യ അടിമത്വത്തിലായിരുന്നു. 4-ാം തലമുറയിൽ അവർ വിടുവിക്കപ്പെടുമെന്നുള്ള ദൈവിക വാഗ്ദത്തം അവർക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മോസസിലൂടെ ദൈവം അരുളപ്പാട് ഫറവോന് കൊടുക്കുന്നത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. ഫറവോൻ ബഡ് ചെയ്യത്തില്ല. അതിനുള്ള ബന്ധത്തിൽ 10 പ്ലേഗുകളെയാണ് ദൈവം മോസസിലൂടെ അവിടെ പ്രവർത്തിക്കുന്നത്. ദൈവം 10 ബാധകൾ അയക്കുകയാണ്. ആ ബാധകൾ പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനത് പെട്ടെന്നൊന്ന് പറയാം. വെള്ളം രക്തമായി തീരുന്നതാണ് 1-ാമത്തെ ബാധ. 2-ാമത്തേത് തവള, 3-ാമത്തേത് പേന്, പിന്നെ നയിച്ച, 5-ാമത്തേത് മൃഗങ്ങളിന്മേലും അതികഠിനമായ വ്യാധി വരുന്നു. 6-ാമത്തെ മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പുണ്ണായി പൊങ്ങുന്ന പരുവായിത്തീരുന്ന ഒരു വലിയ ബാധ വരുന്നു. 7-ാമത് നമ്മൾ കാണുന്നത് അതികഠിനമായ കൽമഴ വരുന്നു. 8-ാമത് വെട്ടിക്കിളിയുടെ ബാധ. 9 മിസ്രയീം ദേശത്തൊക്കെയും 3 ദിവസത്തേക്ക് കൂരിരുട്ട്. 10-ാമത്തെ ബാധയാണ്. അപ്പം ഇതിലെല്ലാം ഫറവോൻ ഇടയ്ക്കിടയ്ക്ക് ആടുമെങ്കിലും ഹൃദയം കഠിനപ്പെടുക. 10-ാമത്തെ ബാധ എന്ന് പറയുന്നത് ആദ്യജാതൻ ഛേദിക്കപ്പെടും. അത്
അവിടെയാണ് വാസ്തവത്തിൽ ഫറവന്റെ ഏപ്പാടിപ്പോയത്. ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഒരു ബാധയാണ്, പ്ലേഗാണ്. ആദ്യജാതൻ മരിക്കും. പക്ഷെ അവിടെ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത്, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ, നിങ്ങൾ ഒരു ആട്ടിൻകുട്ടി, ഒരു വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ എടുത്തിട്ട് കട്ലപ്പടിമേലും കുറുമ്പടിമേലും ഈ ആടിൻ്റെ രക്തം പുരട്ടിയാൽ ഈ 10ാമത്തെ ബാധയ്ക്കായി ഇറങ്ങുന്ന സംഹാരദൂതൻ രക്തം അടയാളമായിട്ടുള്ള വീടുകളിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ജനം ആ അരുളപ്പാടനുസരിച്ച് അവരവരുടെ ഭവനങ്ങളിൽ അവർ താമസിച്ചിരുന്നിടത്ത് രക്തം അടയാളമാക്കി കട്ലപ്പടിമേലും കുറുമ്പടിമേലും രക്തം പുരട്ടി. അങ്ങനെ അവരുടെ വീടുകളെ സംഹാരദൂതൻ കടന്നുപോയി. പാസ് ഓവർ. അതാണ് ശരിക്കും പെസഹായുടെ പാസ് ഓവറിൻ്റെ ചരിത്രം. പക്ഷേ അതിനകത്തൊരു കാര്യം, ആ പാസ് ഓവർ എന്ന് പറയുമ്പോൾ ശരിക്കും അതിനകത്തെ ഏറ്റവും ഓർക്കേണ്ടത് ഈ ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവം ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. നിങ്ങൾ ഈ സംഹാരദൂതനാൽ നശിക്കപ്പെടുകയില്ല. കാര്യം അവർ ഇസ്രായേൽ ജനതയാണ്. ആ ഇസ്രായേൽ ജനതയ്ക്ക് മാത്രമേ ഉള്ളൂ ഇത്. ആ ഇസ്രായേൽ ജനതയുമായി ദൈവം നൽകുന്ന ഉടമ്പടിയുടെ ചിഹ്നമായി അവരൊരു ആട്ടിൻകുട്ടിയെ അറുക്കുകയാണ്. അപ്പോൾ ഈ ആട്ടിൻകുട്ടിയുടെ യാഗം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയുടെ ചിഹ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ആട്ടിൻകുട്ടി അറുക്കപ്പെടുമ്പോൾ ആ അറുക്കപ്പെട്ട് അതിൻ്റെ രക്തം അവർക്ക് നേരെയുള്ള ആ സംഹാരത്തിനെതിരായിട്ട് നിൽക്കുവാനായിട്ട് ദൈവം ഇടപെടുന്നു. പക്ഷെ ഉടമ്പടി ചെയ്തവരാണ്, അതായത് ആട്ടിൻകുട്ടി അറുക്കുമ്പോൾ ഉടമ്പടി ചെയ്യുകയാണ്. ഉടമ്പടിയുടെ ചിഹ്നമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെസഹ എന്ന് പറയുന്നത്. ആ ഉടമ്പടി ചെയ്തവർ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. ഇതേപോലെ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടിയാണ് യേശു കർത്താവിൻ്റെ മരണം. അതെ, ഈവൻ 1 കൊരിന്ത്യർ ലേഖനം 5:7 ജീസസ് ഈസ് അവർ പാസ്ഓവർ ലാംബ്. വളരെ ക്ലിയർ അല്ലേ ആപ്ലിക്കേഷൻ? അതെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ള കാര്യമുണ്ട് സാജു ബ്രദറെ. ഇസ്രായേൽ ജനത്തിലെ ഒരാളായതുകൊണ്ട് ആടിൻ്റെ രക്തം പുരട്ടാതിരിക്കുകയാണ്, എനിക്ക് പാരമ്പര്യമുണ്ട്, ഞാനും ഇവരുടെ കൂട്ടത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ സംഹാരദൂതൻ വിടത്തില്ല. സംഹാരദൂതൻ ഒറ്റ കാര്യം അറിയാം, രക്തം അടയാളമായിട്ടുള്ള ഭവനങ്ങളിൽ കയറുകയില്ല. മറ്റിടത്ത് കൂട്ടക്കരച്ചിലായി. രക്തം അടയാളമില്ലായിരുന്ന മിസ്രയീം ഭവനങ്ങളിൽ കൂട്ടക്കരച്ചിലായി. ഫറവൻ പറയുന്ന എത്രയും വേഗം സ്ഥലം വിട്ടോളാനാ. അപ്പം ഇസ്രായേൽ ജനത്തിന് അവർക്ക് കൊടുത്ത നിയമം ഇതാണ്, ഈ ആടിനെ കൊന്ന് അതിൻ്റെ രക്തം പുരട്ടണം. ഇത് പോയിന്റിങ് ടു ദി അൾട്ടിമേറ്റ് സാക്രിഫൈസ് വിച്ച് ഈസ് ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലേ അതിൻ്റെ ആപ്ലിക്കേഷൻ? തീർച്ചയായിട്ടും ഉടമ്പടിയുടെ രക്തമാണിത്. ആ ഉടമ്പടിയുടെ രക്തത്താൽ മാത്രമാണ് സംഹാരദൂതനിൽ നിന്ന് വിടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം. ഉടമ്പടിയുടെ രക്തം. ഇപ്പോൾ യേശു കർത്താവ് പെസഹ നാളിൽ നമ്മൾ യേശു കർത്താവ് പെസഹ ആചരിക്കുന്ന കാര്യം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ, മർക്കോസ് 14, ലൂക്കോസ് 22, യോഹന്നാൻ 13:1 മുതൽ എല്ലാം നമ്മൾ കാണുന്നുണ്ട് ഈ പെസഹ ആചരിക്കുന്നതായ കാര്യം. ആ പെസഹ എന്ന് പറയുന്നത് ലാസ്റ്റ് പാസ് ഓവർ എന്ന നിലയിലാണ് പറയുന്നത്. അതായത് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഈ പെസഹ ഞാൻ കഴിക്കയില്ല. കാരണം ഇത് പഴയ ഉടമ്പടിയുടെ ചിഹ്നമാണ്. ഇസ്രായേലുമായുണ്ടായ ഉടമ്പടിയുടെ ചിഹ്നമാണ് പെസഹ. എന്ത്? ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ സംഹാരദൂതനാൽ സ്പർശിക്കപ്പെടുകയില്ല എന്നുള്ള ഉടമ്പടി പഴയ ഇസ്രായേലിനോടാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്നു, ഇനി എൻ്റെ ശരീരം നുറുക്കപ്പെടുകയാണ്. അതായത് ഇനി അറുക്കപ്പെടാൻ പോകുന്നത് ഒരു ആട്ടിൻകുട്ടിയല്ല. അതുവരെ അവർ ആട്ടിൻകുട്ടിയൊക്കെ യാഗം അർപ്പിച്ചിരുന്നു. ഇനി യാഗം ആവശ്യമില്ല. കാരണം ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു കർത്താവ് അറുക്കപ്പെടുകയാണ്. അതാണ് പെസഹയ്ക്ക് ശേഷം വെള്ളിയാഴ്ച നടക്കുന്നതായ കാര്യം, നമ്മൾ ഗുഡ് ഫ്രൈഡേ നടക്കുന്നതായ കാര്യം. അതായത് ദൈവത്തിൻ്റെ കുഞ്ഞാട്
ഇപ്പൊ യോഹന്നാൻ യേശുവിനെ കണ്ടുകൊണ്ട് പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപത്തെ ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പൊ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന, അതായത് ലോകത്തിന്റെ പാപത്തെ മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. ആ യേശുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ പാപത്തിന് പരിഹാരമുണ്ടാവുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷെ ആ രക്തത്താൽ കഴുകപ്പെടുന്നവർക്ക് മാത്രമേ ഉള്ളൂ. കുഞ്ഞാടിനെ അറുത്തത് കൊണ്ട് മാത്രം പോലും കാര്യമില്ല. അതെ, കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുമ്പോഴാണ് സംഹാരദൂതൻ കടന്നു പോകുന്നത്. ഇതുപോലെ യേശു കർത്താവ് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു അറുക്കപ്പെട്ടു. അതാണ് പുതിയ പെസഹ. അതെ, അതിൻ്റെ സിമ്പലായിട്ടാണ് പെസഹായ്ക്ക് ഭക്ഷണമുണ്ട്. പഴയ പെസഹായ്ക്ക് ആട്ടിൻകുട്ടിയുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ പുതിയ പെസഹ എന്ന് പറയുന്ന തിരുവത്താഴത്തിൽ കർത്താവ് പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം, അല്ലെങ്കിൽ അതിനു മുമ്പ് പറയുന്നു നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം. യേശുവിൻ്റെ ശരീരവും രക്തവും നുറുക്കപ്പെട്ട് ചൊരിയപ്പെട്ട് വന്നതുകൊണ്ട് അതാണ് പെസഹയിൽ ഓർക്കേണ്ട കാര്യം. പക്ഷേ ഇന്ന് പെസഹ വ്യാഴാഴ്ച എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ആളുകളിൽ എത്ര പേര് യേശുവിൻ്റെ ആ ക്രൂശ് മരണത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയോടെ എൻ്റെ പെസഹ കുഞ്ഞാടെന്ന് പറയുന്നത് ഇനി യേശുവാണ്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ആ യേശുവിൻ്റെ മരണത്താൽ എനിക്ക് സംഹാരദൂതനിൽ നിന്ന് എനിക്ക് വിടുതലുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടെ എത്ര പേര് ഇത് ആചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വാസ്തവത്തിൽ ഈ ദിവസങ്ങളിൽ, ഈ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ ഈ അതിപ്രധാനമായ ആത്മീക ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതാണ് അൾട്ടിമേറ്റ് സാക്രിഫൈസ്. ദൈവം നമ്മളെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യാഗമാക്കി എന്നുള്ളതാണ്. അതിലൂടെയാണ് ദൈവം നമ്മളോടുള്ള സ്നേഹം പ്രദർശിപ്പിക്കുന്നത്. ആ പെസഹയെക്കുറിച്ചും പിന്നെ ആ പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ലോർഡ്സ് സപ്പറും അത് സാജു ബ്രദർ പറഞ്ഞത് അത് വളരെ അർത്ഥവത്താണ്. വാസ്തവത്തിൽ അത് നമ്മൾ കുറച്ചുകൂടെ അത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതെ, അതായത് ഉടമ്പടിയിൽ പ്രവേശിച്ച ജനതയ്ക്ക് മാത്രമാണ് പെസഹ ഭക്ഷിക്കുവാൻ കഴിയുന്നത് എന്നതുപോലെ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചവർക്ക് വേണ്ടിയുള്ളതാണ് ലോർഡ് സപ്പർ. ആമേൻ. അപ്പോൾ ലോർഡ് സപ്പറിൽ ഒരാൾ അഥവാ തിരുവത്താഴത്തിൽ ഒരാൾ പങ്കെടുക്കുമ്പോൾ വെറുതെ വന്ന് അപ്പം വലിച്ചു കീറി തിന്നേച്ച് പോകാൻ ഒരിക്കലും പാടില്ല. അതായത് ഈ ഉടമ്പടിയുടെ ഭാഗമായിക്കൊണ്ട് വേണം അവൻ തിരുവത്താഴത്തിൽ പങ്കെടുക്കാനായിട്ട്. ഉടമ്പടിയുടെ ഭാഗമാകുന്നത് ഈ അൾട്ടിമേറ്റ് സാക്രിഫൈസിന്റെ ഗൗരവം ദൈവവചനത്തിലൂടെ തിരിച്ചറിഞ്ഞ് അതിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ്. അതെ അതെ, വിശ്വാസത്താൽ. അതെ അതെ. അങ്ങനെ പെസഹ ആചരിച്ചതിന് ശേഷം അവിടെ നേരെ ഒലിവ് മലയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് കർത്താവ് ആ ദിവസങ്ങളിൽ അത് നമ്മൾ ഒത്തിരി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, എങ്കിലും അവിടെ വെച്ച് കർത്താവ് ആ ഒലിവ് മലയിലെ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോഴത്തേക്ക് എത്രയധികം കർത്താവ് അവിടെ വ്യാകുലപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിന് ആളുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. നോക്കുക, അപ്പോൾ യേശു കർത്താവ് തൻ്റെ മരണത്തെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം യേശു കർത്താവ് 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവിൻ്റെ വ്യാകുലത മുഴുവൻ ഈ ഒലിവ് മലയിൽ ഗത്സമന തോട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. അവിടെയാണ് വാസ്തവത്തിൽ പലപ്പോഴും നമ്മളത് ചിന്തിക്കുന്നത്, ഈ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ
നിമിത്തമാണ് കർത്താവ് വ്യാകുലപ്പെട്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ശാരീരികമായിട്ട് തീർച്ചയായിട്ടും എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണ്, ഷുവർ, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനേക്കാൾ ലോകത്തിൻ്റെ പാപത്തെ തൻ്റെ മേൽ ചുമത്തപ്പെടുമ്പോൾ തനിക്ക് ഉണ്ടാകുന്ന ആ വ്യഥ, അതാണ് കർത്താവിനെ വാസ്തവത്തിൽ ഇവിടെ ഈ നിലയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം, പക്ഷെ ഉടനെ പ്രാർത്ഥിക്കുക, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലാണ് വാസ്തവത്തിൽ വിയർപ്പ് തുള്ളികൾ രക്തം പോലെ വീണു. അപ്പം അത്ര അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ ഏണസ്റ്റായിട്ട് തീവ്രമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കർത്താവ് ഗെത്സമനയിൽ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ കൂടെ 1 മണിക്കൂർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും കൂടെ നടന്ന ശിഷ്യന്മാർക്ക് കഴിയാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ, ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് ഒത്തിരി ദൂതുകൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില പ്രത്യേക സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കും എന്ന് നമ്മൾ ചിന്തിക്കുന്നവർക്ക് നമ്മളോടുകൂടെ പ്രാർത്ഥിപ്പാൻ കഴിയാതെ ഇരിക്കുന്ന സ്ഥിതികളൊക്കെ നമുക്കുണ്ടാകും. എന്നാലും മടുത്തു പോകാതെ പിതാവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ ഒരു ദൂതനിറങ്ങി ബലപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ പല സാഹചര്യത്തിൽ നമ്മൾ ഏകരായി ഒറ്റപ്പെടുന്ന അനുഭവത്തിൽ വരുമ്പോൾ നമ്മളെയും സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ വ്യക്തിപരമായി നമുക്ക് ചിന്തിക്കാം. എന്നാൽ കർത്താവിടെ അഭിമുഖീകരിക്കുന്നത് നമുക്കാർക്കും ഒരിക്കലും ഉണ്ടാകത്തില്ല അത്ര വലിയൊരു കാര്യത്തിലേക്ക്. ലോകത്തിന് മുഴുവനും അവരുടെ പാപത്തിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, പാപം ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ് പാപം എന്നതാണ് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് കർത്താവിൻ്റെ ഉള്ളം കലങ്ങുന്നത്, ആ വ്യഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. പിന്നെ നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് ക്രൂശ് മരണമാണ്. അത് ഗുഡ് ഫ്രൈഡേ എന്ന് നമ്മൾ ചിന്തിക്കുന്നു, കർത്താവിനെ ക്രൂശിക്കുന്നു. അത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ. അതിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസിലൂടെ പോകുന്നതിന് പകരം ഈ പാപത്തെ ചുമന്നു എന്നൊക്കെ പറയുന്ന ആശയം എന്താണ്? എൻ്റെ ഹൃദയത്തെ സജു ബ്രദറെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്യമാണ് 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. ശരിക്കും പറഞ്ഞാൽ അതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന വാക്യം. ഞാൻ ആ വാക്യത്തെ ഒന്ന് പരസ്യമായിട്ട് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ അവസാനത്തെ വാക്യമാണ്. നമ്മൾക്ക് ഒരു വളരെ അർത്ഥവത്തായിട്ടുള്ള പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവൻ എന്നെടുത്താൽ അതാരാണ്? അതിനാർക്കും ഒരു സംശയം വേണ്ട. There is only one person. അത്രേ ഉള്ളൂ. അത് ബിബ്ലിക്കലി തന്നെ നമുക്ക് തെളിയിക്കാനുള്ളതേ ഉള്ളൂ. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദസ് ഉൾപ്പെടെ നോക്കി ആ ക്രൂശിൻ്റെ യാഗത്തെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ശതാധിപൻ ഉൾപ്പെടെ, കർത്താവിൻ്റെ മേൽ വിധി കൽപ്പിച്ച പീലാത്തോസ് ഉൾപ്പെടെ, കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുൾപ്പെടെ സകലരും സാക്ഷീകരിച്ച കാര്യമാണ്. മാത്രമല്ല, കർത്താവ് തന്നെ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്കാർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താം? അപ്പം പാപം അറിയാത്തവൻ എന്ന് പറയുമ്പോൾ there is only one person. അറിയാത്തവൻ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻഷ്യലി കർത്താവ് ഒരു പാപവും അറിഞ്ഞിട്ടില്ല. പാപമംഗലമായ ലോകത്തിലാണ് അവിടുന്ന് വന്നത്. പക്ഷേ എക്സ്പീരിയൻഷ്യലി ഒരു പാപവും ഒരിക്കലും അവിടുത്തെ ചിന്തകളിലാട്ടെ പ്രവൃത്തികളിലാട്ടെ
സംസാരത്തിലാകട്ടെ, ഒന്നിലും ഹി നെവർ ന്യൂ സിൻ. ഈ പാപം അറിയാത്ത യേശുവിനെ പിതാവാം ദൈവം പാപമാക്കിയെന്ന് അവിടെ പറയുന്നു. ദാറ്റ്സ് ഇൻക്രെഡിബിൾ. ഞാനിതിനെ മനസ്സിലാക്കുന്നത് യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യമെടുത്താണ് ഞാൻ അത് പലപ്പോഴും വ്യാഖ്യാനിക്കാറുള്ളത്. യെശയ്യാ പ്രവചനം 53 അധ്യായം, 53 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതറിയാമല്ലോ, മെശിയായെക്കുറിച്ചുള്ള ഒരു പ്രാവചനികമായ ഒരു അധ്യായമാണ്. 53 6 വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ആക്കി ചുമത്തി. ഇമ്പ്യൂട്ട് ചെയ്തെന്ന വേദശാസ്ത്രികൾ ഉപയോഗിക്കുന്ന വാക്ക്. കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല, പാപം ചെയ്തതായി കണക്കിട്ടു. എൻ്റെയും നിങ്ങളുടെയും പാപം അവിടുത്തെ മേലിട്ടു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ലളിതമായി പറഞ്ഞാൽ, ആസ് ഇഫ് ജീസസ് ലിവ്ഡ് അവർ ലൈഫ്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് ഓൺ ഗുഡ് ഫ്രൈഡേ. പ്രിയമുള്ളവരെ, ഇതാണ് ഗുഡ് ഫ്രൈഡേയിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ. ഇറ്റ് ഈസ് ഇൻക്രെഡിബിൾ. ലോകം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, വാസ്തവത്തിൽ വാട്ട്സ് ദ പ്രോബ്ലം വിത്ത് മാൻ? നമ്മയും ദൈവത്തെയും തമ്മിൽ അകറ്റിയത് പാപമാണ്. ഈ 2 കൊരിന്ത്യ ലേഖനം ഞാൻ മുമ്പേ 5:21 വായിച്ചത്. ശരിക്കും അതിൻ്റെ 18 വാക്യം അല്ലെങ്കിൽ 17 മുതലൊക്കെ വായിക്കുമ്പോൾ വളരെ നല്ല ഒരു ചിത്രമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കിയാൽ 18 വാക്യം മുതൽ 18 മുതൽ ഉള്ള വാക്യങ്ങളിൽ 5 തവണ രമ്യതപ്പെടണം, അല്ലെങ്കിൽ അനുരഞ്ജനപ്പെടണം, അല്ലെങ്കിൽ നിരപ്പിക്കുക എന്നൊരു പ്രയോഗം കാണും. ആരോടാണ് നിരപ്പിക്കേണ്ടത്? നിരപ്പെന്ന വാക്കിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന അർത്ഥം 2 കക്ഷികൾ തമ്മിൽ പ്രശ്നമുണ്ടെന്നാണ്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം, 18 മുതലുള്ള വാക്യങ്ങൾ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അതിനൊക്കെയും എന്ന് പറയുമ്പോൾ 17 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. ദാറ്റ്സ് ദി ഓൺലി വേ. പിതാവാം ദൈവം എന്താ നിരപ്പിക്കേണ്ടി വന്നത്? മനുഷ്യനെ അകന്നുപോയി. ഒരിക്കൽ ഊഷ്മള ബന്ധമുണ്ടായിരുന്ന മനുഷ്യനും ദൈവവുമായി അകന്നുപോയി. അതിൻ്റെ കാരണം മനുഷ്യൻ്റെ പാപമാണ്. അപ്പോൾ പിതാവാം ദൈവം ഇതിന് മുൻകൈ എടുക്കുകയാണ്, നമ്മെ ദൈവത്തോട് നിരപ്പിക്കാൻ, അനുരഞ്ജനപ്പെടുത്താൻ, രമ്യതപ്പെടുത്താൻ. അത് യേശുക്രിസ്തു മൂലമാണ്. There is only one way. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ പ്രിയരെ. ഇറ്റ്സ് ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഗുഡ് ഫ്രൈഡേ നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്. എന്തിനേശു മരിച്ചു? ആർക്കു വേണ്ടി ഇങ്ങനെ യാഗമായി? എന്താണ് ഇതിനകത്ത് കിടക്കുന്ന, ഇതിൽ അന്തർലീനമായി കിടക്കുന്ന അർത്ഥം? നാം പാപികളാണ്. ഉടനെ ഒരാൾ ചോദിക്കുക, ഞാൻ എൻ്റെ പാപം ചെയ്തു? നിങ്ങൾ ഈ പറയുന്ന പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം പറയുന്നത് ആദാമ്യ കുലത്തിൽപ്പെട്ട സകല മനുഷ്യരും ആദാം പാപം ചെയ്തത് നിമിത്തം വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ അവർ പാപികളാണ്. അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാകുമ്പോൾ we are sinner. ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാവരും പാപികളാണ്. റോമാലേഖനം 3:10 എല്ലാവർക്കും അറിയാമല്ലോ. നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. ആ 3-ാം അധ്യായത്തിൻ്റെ തന്നെ 23-ാം വാക്യത്തിലേക്ക് സകലരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. ഇതാണ് ദൈവത്തിൻ്റെ വിധി. എന്ത് ചെയ്യണം നമ്മൾ?
അപ്പോൾ കുറേ പേര് പറയുന്നത് നമുക്ക് കാണിക്ക കൊടുക്കാം, വേറെ എവിടെയൊക്കെ പോയി നമുക്ക് വിസിറ്റ് ചെയ്യാം, വേറെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം. ബൈബിൾ ഇതിനെ ഖണ്ഡിക്കുന്നു. ചെയ്യുന്നതിലൂടെ വിശുദ്ധനായ ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതിന് ദൈവം മുൻകൈയെടുത്ത് ചെയ്തത്, നമ്മെ ദൈവത്തോട് നിരപ്പിക്കാൻ ചെയ്തത് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മേൽ നമ്മുടെ പാപമിട്ട് നമുക്ക് കിട്ടേണ്ട ശിക്ഷ കർത്താവിൻ്റെ മേൽ ചൊരിഞ്ഞു. ഞാൻ ഈ ടോക്കിൻ്റെ പ്രാരംഭത്തിൽ 1 യോഹന്നാൻ 4:9-10 വായിച്ചപ്പോൾ പ്രായച്ചിത്തം എന്നൊരു വാക്കവിടെയുണ്ട്. പ്രായച്ചിത്ത ബലിയെന്ന് പറഞ്ഞാൽ നമ്മോടുള്ള പിതാവാം ദൈവത്തിൻ്റെ കോപത്തെ ദൈവത്തിൻ്റെ പുത്രൻ ആ കാൽവറി ക്രൂശിൽ ശമിപ്പിച്ചു. പ്രിയരെ, ഇത്ര വലിയ യാഗമാണ് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഈ ഗുഡ് ഫ്രൈഡേ, ഈ ദുഃഖ വെള്ളിയാഴ്ച ചെയ്തത്. നമുക്കിത് ഏതുമില്ലേ? ഇത് ചടങ്ങാണോ? ഇത് ചടങ്ങല്ല. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരീ സഹോദരന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥനയായി പറയാനുള്ളത്, ദൈവസ്നേഹത്തിൽ നിങ്ങൾ ഈ വചനങ്ങൾ ഒന്നെടുത്ത് ധ്യാനിക്കുക. ഈ ദൈവത്തിൻ്റെ ക്രോധം ദൈവത്തിൻ്റെ പുത്രൻ്റെ മേൽ ചൊരിയപ്പെട്ടപ്പോഴാണ് 7 മൊഴികൾ ക്രൂശിൽ പറഞ്ഞ കർത്താവിൻ്റെ 4ാമത്തെ മൊഴി, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ത്? പിതാവും പുത്രനും തമ്മിലുള്ള ആ ഊഷ്മള ബന്ധത്തിൻ്റെ മേൽ നിഴൽ വരുന്നത് പോലെ ഉള്ള അനുഭവങ്ങളാണ് കർത്താവ് അനുഭവിക്കുന്നത്. ഇതിന് ഈ ഫ്രൈഡേ കാര്യത്തിൽ സജു ബ്രദറെ എന്താണ് സജു ബ്രദറിനെ ആഡ് ചെയ്യാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമായ കാര്യമാണ്. യേശു കർത്താവ് ആ ദുഃഖ വെള്ളിയാഴ്ച കാൽവറി ക്രൂശിൽ കിടന്നപ്പോൾ ശരിക്കും ലോക ജനതയുടെ മുഴുവൻ പാപങ്ങൾ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെടുകയാണ്. അതെ. അപ്പോൾ യേശു ഇപ്പോൾ പാപമറിയാത്തവനെ നമ്മൾ അവൻ്റെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവനെ പാപിയാക്കിയെന്നല്ല, പാപമാക്കിയെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റാണ്. യേശു ഗിൽറ്റി ആയെന്നില്ല, പാപിയാക്കിയെന്നുമില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ പറയും, അത് ദൈവദൂഷണമാണ്. യേശു ഒരിക്കൽ പോലും പാപിയല്ല, ചുമത്തപ്പെടുക. അതെ. വേറൊരു ലാംഗ്വേജ് ഉപയോഗിച്ചാൽ വാസ് പുട്ട് ഇൻ ടു ഹിസ് അക്കൗണ്ട്. അതെ, അവൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പാപമെല്ലാം കൊണ്ടുപോയിട്ടു. അപ്പം ഗോഡ് മാൻ എന്ന നിലയിൽ കർത്താവിന് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അത്രേ ഉള്ളൂ, വേറെ ആർക്കും പറ്റില്ല, ആർക്കും ഒക്കത്തില്ല. ലോകത്തിലൊരു വ്യക്തിക്കും നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെ പാപത്തെ യേശുവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പാപത്തിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ഇപ്പോൾ യേശുവിൻ്റെ മേലായി. അങ്ങനെ ആ കാൽവറി ക്രൂശിൽ പാപത്തിൻ്റെ ശിക്ഷയായ മരണം യേശു കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ, അതായത് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്ന വേദഭാഗമുണ്ട്. പക്ഷേ അതല്ല യേശുവിൻ്റെ അന്ത്യമൊഴി. അല്ല, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലതും നിവൃത്തിയായി എന്ന വാക്ക്, ടെറ്റലസ്റ്റായി എന്നൊരു വാക്ക്, സകലതും കൊടുത്തു വീട്ടി എന്നാണ്. അതായത് ഇനിയിപ്പോൾ ഒരു മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പേരിൽ അവൻ്റെ മേൽ എന്തെങ്കിലും അധികാരം ഒരു ദുഷ്ടശക്തിക്കുമില്ല. അതെ. അവൻ പാപം ചെയ്ത് വീണ്ടും പാപത്തിൻ്റെ അവസ്ഥയിൽ പോയാൽ, അതായത് ഇപ്പം യേശുവിൻ്റെ അക്കൗണ്ടിലൂടെ കയറി ഇറങ്ങുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ പാപമോചനം, അല്ലാത്തവർക്കില്ല. ലോകത്തിലെ എല്ലാവരുടെയും ചിലപ്പോൾ അങ്ങനെ ഒരു ടീച്ചിങ് ഇടയ്ക്ക് ചിലർ പറയും. യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ഒരു ഒരു വലിയ ദുരുപദേശം. അതെ, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾ മോചിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി പാപമില്ല എന്നൊക്കെ പറയുന്ന, അതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ പൊക്കോളും. ഈ രക്തം അല്ലെങ്കിൽ കർത്താവിൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റെടുക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്നുള്ള പദപ്രയോഗമാണ്. വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയാണ്. ഉണ്ട്. അതായത് ഗത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ്
പറഞ്ഞു, ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് യേശു ഏറ്റെടുത്തു. അതായത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പാനപാത്രം യേശു ഏറ്റെടുത്തു. അതെ. അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ട് അതെല്ലാം, ആ പാപം മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ടു. അതെ. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് കാൽവറി ക്രൂശിലൂടെ നേടിയ ആ നിത്യജീവൻ, അതും നമ്മൾ ഏറ്റെടുക്കണം. അതായത് യേശു എൻ്റെ പാപം ഏറ്റെടുത്തു, ഞാൻ യേശുവിൻ്റെ ജീവൻ ഏറ്റെടുക്കണം. ത്രൂ ഫെയ്ത്ത്. എൻ്റെ പാപവും മരണവും യേശു ഏറ്റെടുത്തതുപോലെ യേശുവിൻ്റെ ജീവൻ, അഥവാ യേശു കാൽവറി ക്രൂശിലൂടെ നേടിയ ആ ജീവൻ ഞാൻ ഏറ്റെടുക്കണം. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഞാൻ യേശുവിനെ അങ്ങ് എൻ്റേതാക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പാപം മുഴുവൻ യേശുവിൻ്റെ മേലായപ്പോൾ യേശു എൻ്റെ പകരക്കാരനാവുകയായിരുന്നു. ശരിക്കും യേശു പകരക്കാരനാകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ. യേശു കർത്താവ് കാൽവറി ക്രൂശിലാണ് എൻ്റെ പകരക്കാരനായത്. കാൽവറി ക്രൂശിലാണ്. അതിന് മുമ്പല്ല, അതിന് ശേഷവുമല്ല. പകരക്കാരനായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാൽവറി ക്രൂശിൽ എൻ്റെ പകരക്കാരനായിരുന്നു യേശു. ഇന്ന് ഞാൻ യേശുവിൻ്റെ പകരക്കാരനാണ്. അതായത് കാൽവറി ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനായിരുന്നത് കൊണ്ട് യേശുവിന് മരിക്കേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ പകരക്കാരനായതുകൊണ്ട് എന്നിലേക്ക് ജീവൻ ഒഴുകുകയാണ്. കാര്യം യേശുവിൻ്റെ ജീവൻ എന്നിലേക്ക് വരികയാണ്. എൻ്റെ മരണം യേശു ഏറ്റെടുത്തു, യേശുവിൻ്റെ ജീവൻ അവിടുന്ന് എനിക്ക് തന്നു. ശരിക്കും സജി ബ്രദർ, ഈ ക്രോസിൽ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മൈ സിൻ ഇംപ്യൂട്ടഡ് ഓൺ ജീസസ്, ഹിസ് റൈച്ചസ്നെസ് ഇംപ്യൂട്ടഡ് ടു. യെസ്. ഈ 33.5 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ചത് വിശ്വസിക്കുന്ന എനിക്ക് കണക്കിടുക. അതെ, അവൻ്റെ നീതി എനിക്ക് കണക്കിടും. അതെന്തുവാ സജീവ, എനിക്കത് ഇപ്പം നമ്മളെ പോലെ പാപം ചെയ്ത് ഒരു മനുഷ്യനെ പിതാവാം ദൈവം നീതീകരിക്കുകയാണ്. നീതി കണക്കിടുക എന്നൊക്കെ പറഞ്ഞാൽ ആസ് ഇഫ് ഐ ലിവ്ഡ് ദാറ്റ് ലൈഫ്. യെസ്. എന്താ അത്? എൻ്റെ പാപം യേശുവിൻ്റെ മേൽ കണക്കിട്ടു, യേശുവിൻ്റെ നീതി എൻ്റെ മേൽ ഇപ്പോൾ കണക്കിടുന്നു. അതാണ് വാസ്തവത്തിൽ ഗോസ്പൽ. ഇതെല്ലാം ബിക്കോസ് ഐ ബിലീവ്ഡ്. ഇനി അതും ഞാൻ മനസ്സിലാക്കുന്നത് കൃപയാ, ബിലീവ്. അത്രേ ഉള്ളൂ. വലിയ ബുദ്ധി രാക്ഷസന്മാർക്ക് ഇതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ ഗുഡ് ഫ്രൈഡേയിൽ, ഈ പെസഹ ഗുഡ് ഫ്രൈഡേ ഒക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ദൈവവചന ഭാഗങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ആദ്യം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഐ ആം എ സിന്നർ. എന്നാൽ ഇതിന് പരിഹാരമുണ്ട്. സിന്നർ എന്ന നിലയിൽ ഞാൻ ഏക പരിഹാരം വിശ്വാസത്താൽ ഏറ്റെടുക്കാതെ ബാക്കി ഞാൻ എന്ത് ചെയ്താലും ദൈവത്തിന് അത് സ്വീകാര്യമല്ല പ്രിയരെ. ഒറ്റ വഴിയേ ഉള്ളൂ, അത് കാൽവറി ക്രൂശിൽ. ആമേൻ. അത് ദൈവം സംവിധാനം ചെയ്ത, ദൈവം മുൻകൈയെടുത്ത് ക്രിസ്തു മൂലം നമ്മെ പിതാവാം ദൈവത്തോട് നിരപ്പിക്കുകയാണ്. കാരണം ഞാനും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിൽ ശത്രുതയിലായിരുന്നു. അതിന് പരിഹാരം വരുത്തി റോമർക്ക് ലേഖനം എഴുതുമ്പോൾ എത്ര മനോഹരമായൊരു വാക്യമാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് 5-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഈ നീതീകരണത്തിന് മുമ്പ് ദൈവത്തോട് മനുഷ്യന് സമാധാനമില്ല. നമ്മൾ ആളുകൾ പറയും എനിക്കൊരു കുഴപ്പമില്ല, ഇതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. ഗോഡ്സ് wrath is on sinners. വളരെ കൃത്യമായിട്ട്, ഞാനതൊരു വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്, റോമർ 1:18 ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ട് മതപരമായൊരു ചടങ്ങ് നമുക്ക് വിടുതലല്ല. ഇതിനകത്ത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ ഗുഡ് ഫ്രൈഡേയിൽ വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ് എന്നുള്ളത് ചിന്തിച്ചിട്ട് വ്യക്തിപരമായി കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ 2024 ഗുഡ് ഫ്രൈഡേ
നമ്മുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി മാറണം. കർത്താവ് ഞങ്ങളുടെ കേൾവിക്കാരായ എല്ലാവർക്കും അത് സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ചിലർ ഞങ്ങളെ കേൾക്കുന്നവർ, അവർ ഈ നിലയിൽ ഏറ്റെടുത്ത് ദൈവ മക്കളായവരാണ്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് നമുക്കിന്ന് സമാധാനമുണ്ട്. അതുകൊണ്ടൊരു കാര്യം കൂടെ പറയാം. ദൈവത്തോട് സമാധാനമുള്ളവർക്ക് ദൈവത്തിൻ്റെ സമാധാനമുണ്ട്. ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഇളകി മറിഞ്ഞ് ഇരിക്കുകയാണ്, പടകിൽ തിരമാല കയറി ഇത് പടക് മുങ്ങിപ്പോകുമോ എന്ന് ചിന്തിക്കുന്ന ഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതമൊക്കെ പോയെന്ന് വരാം. ദൈവത്തോട് സമാധാനമുള്ളവന് ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സമാധാനവുമുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ക്രൂശിക്കപ്പെട്ടു. ശനിയാഴ്ച ഫ്രൈഡേയിലായിരുന്നു ക്രൂശമരണം. സാറ്റർഡേ ജീസസ് ഇസ് ഇൻ ദ ടൂംബ്. പൊതുലോകം നോക്കുമ്പോൾ പ്രതീക്ഷയെല്ലാം അസ്തമിച്ചു പോയി. പക്ഷേ ഓൺ സൺഡേ മോർണിംഗ് സംതിങ് ട്രമെൻഡസ് ഹാപ്പൻഡ്. അത് സാജു ബ്രദറെ എൻ്റെ പഠനത്തിലേക്ക് മനസ്സിലായത് ശിഷ്യന്മാർക്ക് പോലും വിശ്വസിക്കാൻ വയ്യ. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാർക്ക് പോലും അവരത് ആഴത്തിൽ ഗ്രഹിച്ചിരുന്നില്ല. ഉയർക്കുമെന്ന് ഗ്രഹിച്ചതായിരുന്നെങ്കിൽ കുറേ സഹോദരിമാരവിടെ പോകത്തില്ലായിരുന്നു. അവർ പോയത് ശരീരത്തിൻ്റെ മേൽ അവരുടെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോയതാണ്. അതുപോലെ എമ്മൗസിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാരുണ്ട്. അവർ വളരെ ഡിസ്കറേജ്ഡ് ആണ്. കർത്താവ് അവരുടെ കൂടെ നടന്നിട്ട് അവർ റെക്കഗ്നൈസ് ചെയ്യാതെ അവരുടെ സംഭാഷണം കർത്താവ് കേൾക്കുന്നുണ്ട്. പിന്നീടാണ് കർത്താവ് അവരുടെ ഭവനത്തിൽ ചെല്ലുകയും അപ്പം നുറുക്കി കൊടുക്കുമ്പോൾ കണ്ണു തുറന്ന് കർത്താവിനെ അവർ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഉടൻ തന്നെ അവർ മടങ്ങി യെരുശലേമിലേക്ക് പോവുകയാണ്. ശിഷ്യന്മാരെ അവർ കണ്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഇങ്ങനെയുള്ള അനുഭവം. ഉയർപ്പിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ ഒന്ന് പറഞ്ഞാട്ടെ. ശരിക്കും ഇതിൻ്റെ യേശു കർത്താവിൻ്റെ ക്രൂശുമരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്ഷ സാധ്യമാക്കി തീർത്തത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ യേശു കർത്താവ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് യേശുവിൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കുവാൻ കഴിയുമായിരുന്നില്ല. അല്ലാതെ തന്നെ അവിടുന്ന് പറഞ്ഞതൊന്നും അപ്പോൾ റൈറ്റ് അല്ല. ഇല്ല, ഒന്നും അല്ലാതെ വരും. അവിടുന്ന് എത്ര തവണ പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോവുകയാണ്, കഷ്ടാനുഭവങ്ങളുണ്ട്, ഞാൻ ക്രൂശിക്കപ്പെടും അല്ലെങ്കിൽ മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഉയർപ്പോടുകൂടി whatever Jesus said is true. കാൽവറി ക്രൂശിൽ യേശു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു. അങ്ങനെ എൻ്റെ പാപങ്ങൾക്ക് മോചനമുണ്ടായി. യേശു എൻ്റെ പകരക്കാരനായി. എന്നാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പകരക്കാരനാണ് ഞാൻ. ഇപ്പോൾ എന്നിൽ ജീവിക്കുന്നത് യേശുവാണ്. യേശു ആകണം. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് കാൽവറി ക്രൂശിൽ നിന്ന് ട്യൂമ്പിലേക്ക് പോയി, അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ സ്വർഗത്തിലേക്ക് പോയ ആ യേശു ഇന്ന് എന്നിൽ വസിക്കുന്നു. ഗലാത്യർ 2:20 നമ്മൾ കാണുന്നതാണ്. നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ യേശുവിൻ്റെ ഉയിർപ്പ് അനിവാര്യമായിരുന്നു. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശു എന്നിൽ ജീവിക്കുന്നു. അവൻ ഉയരത്തിലുണ്ട്, സ്വർഗത്തിലുണ്ട്. പക്ഷെ അവൻ എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ യേശുവിൻ്റെ പകരക്കാരനാകാൻ എനിക്ക് കഴിയുന്നത്. അപ്പോൾ ക്രൂശിൽ യേശു എൻ്റെ പകരക്കാരനായി. ഇന്ന് ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പകരക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ആ യേശു ജീവിച്ച ജീവിതമാണ് ഞാൻ ജീവിക്കേണ്ടത്. ഉയിർപ്പ് ഞായറാഴ്ച നമ്മളൊക്കെ തീരുമാനിക്കണം, ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കാതെ, ഉയർത്തെഴുന്നേറ്റ യേശു എന്നിൽ വസിക്കുന്നു, എന്നിൽ ജീവിക്കുന്നു, ഞാൻ ആ യേശുവിൻ്റെ പകരക്കാരനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. റിസറക്ഷൻ ഇസ് അത് ട്രമെൻഡസ് ട്രൂത്താണ്. ഒരൊറ്റ മത നേതാവിന് ക്ലെയിം ചെയ്യാൻ കഴിയാത്തതാണ്. ഒരൊറ്റ മത നേതാവിന്. സകലരുടെയും കല്ലറകൾ അതാത് സ്ഥലങ്ങളിൽ അത് മൂടിയിരിക്കുമ്പോൾ ഒരു കല്ലറ, അതെ, അടഞ്ഞു കിടക്കുമ്പോൾ ഒരു കല്ലറ
ഇസ്രായേലിലുണ്ട്. ഇറ്റ്സ് ഓപ്പൺ. ദ മാസ്റ്റർ ഇസ് നോട്ട് ഹിയർ. ജീസസ് ഹാസ് റിസറക്റ്റഡ് ഫ്രം ദ ഡെഡ്. അവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആരേലും കണ്ടോ? കണ്ടു. അവിടുത്തെ ശിഷ്യന്മാർ കണ്ടു. 500-ൽ പരം ആളുകൾ കണ്ടു എന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പിന്നീട് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ he had an encounter with the risen Lord. അങ്ങനെ അനേകർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് റിസറക്ഷൻ ഈസ് എ ഫാക്ട്. ഇറ്റ് ഈസ് എ ട്രൂത്ത്. മാത്രമല്ല, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞോട് ഒരു കാര്യം കൂടെ ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാം. കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ യാഗമരണം വിശ്വാസത്താൽ സ്വീകരിച്ച ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ദൈവം ദാനമായി പരിശുദ്ധാത്മാവിനെ തന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ഉള്ള ഒരു ദൈവ പൈതലിന് ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയും. ഈ ആത്മാവിനെ പ്രാപിക്കുക. രക്ഷിക്കപ്പെട്ടവരിൽ ആത്മാവുണ്ട്, പിന്നെ ആത്മസ്നാനമുണ്ട്. ഇതൊക്കെ ഈ ഡ്രമ്മടികളുടെ വെളിച്ചത്തിലുള്ള വൈകാരികമായ കുറേ ഇളക്കങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കൈയടിക്കുകയും ഡ്രമ്മടിക്കുന്നതിനോട് ഞങ്ങളെതിരല്ല, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഹോളി സ്പിരിറ്റിൻ്റെ ബാപ്റ്റിസം, ഹോളി സ്പിരിറ്റ് നമ്മളിൽ വളരെ റിയലാണ്, ഊഹാപോഹമല്ല. എനിക്കങ്ങനെ തോന്നുന്നു, ഇത് തോന്നലല്ല. ഹീ ഈസ് എ പേഴ്സൺ. ദൈവം അവിടുത്തെ ആത്മാവിനാൽ നമ്മുടെ ആത്മാവിൽ വന്ന് താമസിക്കുന്ന ആ അനുഭവം ഒരു റിയാലിറ്റിയാണ്. അപ്പം ഞാൻ നേരിട്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവരുടെ സാക്ഷ്യം തിരുവെഴുത്തിലുണ്ട്. ആൻഡ് ദ ബൈബിൾ ഈസ് ഗോഡ്സ് വേർഡ്. ഐ ബിലീവ് ഇറ്റ്. മാത്രമല്ല, അവിടുന്ന് ദാനമായി ഉയർത്തെഴുന്നേറ്റ് പിതാവിൽ നിന്ന് വാങ്ങി തന്ന ഈ ആത്മാവിനെ we experience, we know by the Spirit that Jesus is alive. അത് നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയും. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് ഒരു വലിയ കാര്യമാണ്. മറ്റൊരു മതനേതാവിനും ക്ലെയിം ചെയ്യാൻ കഴിയാത്തതാണ്. നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഉയർത്തെഴുന്നേൽപ്പിന് ഒരുപാട് സാധ്യതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെയും സ്വന്തമാക്കുവാൻ, വിശ്വാസത്താൽ സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ കേൾവിക്കാരായ എല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.